നമസ്കാരം. ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ കുട്ടിക്കാലത്താണ്. രണ്ട് സുഹൃത്തുക്കളും ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ്. അവരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല. വലിയ നിലയിൽ ജീവിക്കുന്നവരാണ്, വലിയ കുടുംബക്കാരാണ്, വളരെ മര്യാദക്കാരാണ്. ഇപ്പം ഒരുത്തൻ എന്നെ കല്ലെറിയാൻ തുടങ്ങുന്നു. അത് ഞാൻ ആളുടെ പേരൊന്നും പറയത്തില്ല. അവധി ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരിക, ആസ്വദിക്കുക, നമ്മളെ ഈ പ്രകൃതി രമണീയെ കാണുക, അതൊക്കെ എൻ്റെ ഒരു രസമാണ്. ഈ വീഡിയോ എടുക്കുന്നത് അവൻ്റെ ആ വീഡിയോ എടുപ്പ് കാണും. ഇങ്ങനെ വലിയ സന്തോഷ് ഈ വലിയ ക്യാമറാമാന്മാരെടുക്കുന്നതിന് കൂട്ടാ, വലിയ സിനിമ എടുക്കുന്നതിന് കൂട്ടാ. നീ സിനിമ എടുത്തെടുത്ത് അവൻ്റെ മുഖം വരരുത്, നിൻ്റെ കൂടെ ഉള്ളവൻ്റെ. ഞാനിവിടെ പലവട്ടം വന്നിട്ടുണ്ട്. ഈ കുട്ടിക്കാനം, ഈ റാപ്സോഡി ഭാഗത്ത്, റാപ്സോഡിന് താഴെ ഇവിടെ നല്ല മഞ്ഞ, എന്താണ് കോടമഞ്ഞൻ ഓഹോ താഴ്വരയിൽ ഓഹോ, എന്ത് രസമാടേ. നീയൊക്കെ ചുമ്മാ പോയി ജീവിക്കാതെ ഇങ്ങനെയൊക്കെ ജീവിക്കും. അധികം കാലമൊന്നുമില്ല, കോടാനുകോടി വർഷങ്ങളായി ഈ ഭൂമി ഉണ്ടായിട്ട്. എത്രയോ തലമുറ കഴിഞ്ഞാൽ നമ്മളുണ്ടായത്. ഇനി എത്രയോ തലമുറ, ലക്ഷക്കണക്കിന് വർഷം ഈ ഭൂമി കാണും. മനുഷ്യരാശി എന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. എങ്കിലും അന്നൊന്നും നമ്മുടെ അസ്ഥി പോലും കാണത്തില്ല ഭൂമിയിൽ. പിന്നെയുള്ള ഈ നിസ്സാര ദിവസം, നിസ്സാര സമയം, ഒരു നിമിഷം. ഭൂമി ഉണ്ടായിട്ട് 100 വർഷം ആണെങ്കിൽ മനുഷ്യവംശം ഉണ്ടായിട്ട് 8 മിനിറ്റേ ആയിട്ടുള്ളൂ എന്നാണ് കണക്ക്. 100 വർഷമായി ഭൂമി ഉണ്ടായിട്ടെങ്കിൽ 8 മിനിറ്റേ ആയിട്ടുള്ളൂ മനുഷ്യവംശം ഉണ്ടായിട്ടുള്ളൂ. അന്നേരം നമ്മുടെയൊക്കെ ആയുസ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ആ കണക്കൂട്ടൽ മാത്രമാണ് എനിക്ക് ജീവിക്കാൻ പ്രചോദനമേകുന്നത്. ജീവിതത്തിൻ്റെ നിസ്സാരത, ഹിന്ദുയിസം പറയുന്നതാണ് ജീവിതത്തിൻ്റെ നിസ്സാരത, ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത. ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത പറയുമ്പോൾ അർത്ഥവുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, അർത്ഥമില്ലായ്മയില്ല. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. അത് നമ്മൾ ജീവിക്കുന്ന രീതി കൊണ്ടാണ്. നമ്മുടെ എന്നും നിലനിൽക്കും എന്നുള്ള രീതിയിൽ ഉള്ളതല്ല. നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം ജീവിതം ആസ്വദിക്കുന്ന അവനവൻ്റെ തലത്തിൽ ആകണം. എനിക്കിങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുന്നത്, മറ്റൊരാൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഞാൻ ആസ്വദിക്കുന്ന തലത്തിലും മറ്റൊരാൾ ആസ്വദിക്കണമെന്ന് പറയുന്നത് മൗഢ്യവുമാണ്. മൗഢ്യം എന്ന് വെച്ചാൽ മടയത്തരം. അപ്പോൾ ഈ ജീവിതം എൻ്റെ ആസ്വാദനം ഇങ്ങനെയാണ്. ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക, ചെറിയ ചെറിയ ആഹാരങ്ങൾ കഴിക്കുക, ചെറിയ ജീവിക്കുക. ഇപ്പോൾ എനിക്ക് സ്വിറ്റ്സർലൻഡിലും ഉഗാണ്ടയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കാനഡയിലും ജർമ്മനിയിലും അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും പോകാനുള്ള പാങ്ങില്ല. എനിക്ക് പറ്റുന്ന കുട്ടിക്കാലം വരെ വരുന്ന എൻ്റെ ജർമ്മനിയും സ്വിറ്റ്സർലൻഡും അമേരിക്കയും ഒക്കെ കുട്ടിക്കാലമാണ്. അങ്ങനെ ഈ കുട്ടിക്കാലത്ത് വന്ന് ജീവിതം ആസ്വദിക്കുക, സന്തോഷിക്കുക, ഒരു ദിവസം നിൽക്കുക, എന്നിട്ട് ആടിപ്പാടുക, ജീവിതത്തിൻ്റെ സകല സ്ട്രെസ്സും ഒഴിഞ്ഞു വെക്കുക, വെച്ച് ഫ്രീ മൈൻഡായിട്ട് വീട്ടിൽ പോവുക. അടുത്ത നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് പോവുക, നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക, നമ്മൾ സ്വസ്ഥമായി ജീവിക്കുക. ഇതൊക്കെയാണ് എൻ്റെ പോളിസി. മറ്റുള്ളവരുടെ പോളിസി നമുക്കറിയത്തില്ല. എൻ്റെ പോളിസി അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് ഈ ലോകം സുന്ദരമാണ്. ഈ ലോകം, ഞാൻ ഇന്ന് 58 വയസ്സ് വരെ ആവുകയാണ്. ഇതുവരെ ഈ ലോകം എനിക്ക് സുന്ദരമാണ്. കണ്ടാലും മതി വരാത്ത ദൃശ്യങ്ങളാണ്. ഓരോ പൂവിലും പുല്ലിലും ഞാൻ സൗന്ദര്യം കാണുന്നു. എല്ലാത്തിലും എനിക്ക് സൗന്ദര്യമാണ്. ആ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയാണ്. ഈശ്വരൻ, സർവേശ്വരൻ, ഈ പ്രകൃതി, അതായത് ഈശ്വരൻ എന്ന് വെച്ചാൽ ഈ പ്രകൃതി നമുക്കിതൊക്കെ തന്നത് ഇതൊക്കെ ആസ്വദിക്കാനാണ്, കാണാനാണ്, കേൾക്കാനാണ്. ഇതൊക്കെ ഉപഭോഗം ചെയ്യാനാണ്, ചൂഷണമല്ല. ഉപഭോഗം. പ്രകൃതിയെ ചൂഷണം ചെയ്യുകയല്ല, പ്രകൃതിയെ അനുഭവിക്കുക. നന്ദിയോടുകൂടി പ്രകൃതിയെ അനുഭവിക്കുക. പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്, ചൂഷണമല്ല. ഒരു മാമ്പഴം തരുന്നത് അത് നന്ദിപൂർവ്വം സ്വീകരിച്ച് ഭുജിക്കുക. അത് ഒരിക്കലും ചൂഷണമല്ല, അത് അനുഭവിക്കുക, നന്ദിയോടെ അനുഭവിക്കുക. പ്രകൃതിയെ നമുക്ക് അനുഭവിക്കണം. പ്രകൃതി അനുഭവിക്കാനുള്ളതാണ്. അങ്ങനെ ഈ പ്രകൃതി കാണുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. വലിയ നഗരങ്ങൾ, വലിയ ജനസഞ്ചയം, ഒത്തിരി ആൾക്കാർ കൂടിയുള്ള സ്ഥലം, വലിയ പാർട്ടികൾ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. വളരെ വിജനമായ സ്ഥലം, ഞാനും അപൂർവം നമുക്ക് അടുപ്പമുള്ള ചിലരും ചേർന്ന് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം, അതാണ് എൻ്റെ ആസ്വാദ്യത.
പലർക്കും പല ആസ്വാദ്യതയാണ്. ആ ആസ്വാദ്യതയൊന്നും ഞാൻ കൈകടത്തുന്നില്ല. എൻ്റെ ആസ്വാദ്യതയിലേക്ക് വരണമെന്ന് ഞാൻ പറയത്തുമില്ല. ഇതാണ് എൻ്റെ ആസ്വാദ്യത, ഇതാണ് എൻ്റെ രോഗം, ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ ലക്ഷ്യവും, ഇതാണ് എൻ്റെ മാർഗവും. നന്ദി, നമസ്കാരം.